മകരവിളക്ക് മഹോത്സവത്തിന് ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തരിൽ നിന്നും ദർശനവും മറ്റ് സൗകര്യങ്ങളും സംബന്ധിച്ച് സംതൃപ്തമായ റിപ്പോർട്ടുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള 20-ലധികം ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഒന്നിച്ചുള്ളൊരു പ്രവർത്തനമാണ് ഇതിന് പിന്നിലുള്ളത്. പാർക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും അടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യത്തിലായാലും ശുദ്ധജലത്തിൻ്റെ കാര്യത്തിലായാലും ലഘുഭക്ഷണമായാലും പ്രസാദം വഴിപാടുകളായാലും അന്നദാനമായാലും ഇവയിലെല്ലാം കൂടുതൽ മുൻകരുതലുകൾ എടുക്കാൻ കഴിഞ്ഞത് ഇതിന് സഹായകമായി. പോലീസ് വളരെ സുരക്ഷിതമായ ക്രൗഡ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത്. 18-ാം പടിയിൽ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന പോലീസിൻ്റെ സമയക്രമം ക്രമീകരിച്ചതും നമ്മുടെ ദർശന സമയം കൂട്ടിയതും 18-ാം പടിയിൽ കൂടുതൽ സൗകര്യങ്ങൾ പോലീസിന് കുറച്ചുകൂടി സൗകര്യപ്രദമായ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയതും 1 മിനിറ്റിൽ ശരാശരി 80-ലധികം പേരെ കയറ്റിവിടുവാൻ സഹായകമായി. മാത്രമല്ല പമ്പയിൽ ഒരുക്കിയ ജർമ്മൻ പന്തൽ, സന്നിധാനത്തെ പന്തലുകൾ, പമ്പയിലെ നടപ്പന്തലുകൾ, ഇതെല്ലാം ഭക്തർക്ക് വളരെ ആശ്വാസകരമാവുന്ന വാർത്തകളാണ് വരുന്നത്. ശരംകുത്തി മുതൽ വലിയ നടപ്പന്തൽ വരെ സ്ഥാപിച്ചിട്ടുള്ള കിയോസ്കുകളും സ്ഥാപിച്ചുകൊണ്ട് ലഘുഭക്ഷണവും ശുദ്ധജലവും ഒക്കെ ആവശ്യത്തിലധികം ഭക്തർക്ക് കൊടുക്കാൻ സാധിച്ചു. നമുക്ക് വളരെ നേരത്തെ തന്നെ ഒക്ടോബർ 18 മുതൽ അരവണയുടെ കാര്യത്തിൽ കരുതൽ ശേഖരം ആരംഭിക്കുവാൻ പ്രൊഡക്ഷൻ ആരംഭിച്ചത് വഴി വൃശ്ചികം 1 ആയപ്പോഴേക്കും 40 ലക്ഷത്തിൻ്റെ കരുതൽ ശേഖരം നമുക്കുണ്ടായി. അതുകൊണ്ട് തന്നെ യഥേഷ്ടം ഭക്തർക്ക് അരവണയും അപ്പവും ഒക്കെ തന്നെ യഥേഷ്ടം ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുവാൻ അത് സഹായകമായി. തീർത്ഥാടകർക്കായി 3 തത്സമയ ഓൺലൈൻ ബുക്കിംഗ് കേന്ദ്രങ്ങളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അവിടേക്ക് എത്തുന്ന ഭക്തർക്ക് യാതൊരു ആശങ്കയും വേണ്ട. എത്ര ഭക്തർ വന്നാലും തത്സമയ ഓൺലൈൻ ബുക്കിംഗ് വഴി നമുക്ക് ഭഗവാന് ദർശനം ഏർപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും പുല്ലുമേട്ടിലും എരുമേലിയും ഏറ്റവും പ്രധാനമായി ഒരുക്കിയിരിക്കുന്നത് പമ്പയിലാണ്. പമ്പയിൽ എത്ര പേര് വന്നാലും 7 കൗണ്ടറുകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഒരുപാട് പേർക്ക് എത്ര പേര് വന്നാലും ഇരിക്കാൻ പറ്റുന്നൊരു പന്തൽ ഇതിനു വേണ്ടി മാത്രം, തത്സമയ ഓൺലൈൻ ബുക്കിങ്ങിന് വേണ്ടി മാത്രം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര പേര് വന്നാലും അവർക്കെല്ലാം ദർശനം കൊടുക്കുവാനുള്ള തത്സമയ ബുക്കിംഗ് ക്രമീകരണം ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ശബരിമല വൃശ്ചികം 1 നട തുറന്നു. ഏതാണ്ട് 8 ദിവസം, തലേ ദിവസം 15-ാം തീയതിയാണ് തുറന്നത്. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 9 ദിവസം പൂർത്തിയായിരിക്കുന്നു. അതുവഴി ഏതാണ്ട് ഇവിടെ എത്തിയ ഭക്തരുടെ എണ്ണം 6,12,290 പേരാണ് ഇന്നലെ വരെ ശബരിമലയിലേക്ക് എത്തിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 3,501 പേർ, 3,03,501 പേർ അധികമായി വന്നിരിക്കുകയാണ്. ഈ വർഷത്തെ കണക്ക് 6,12,290. കഴിഞ്ഞ വർഷം വന്നത് 3,08,789. 3,08,789. 30, 87, 89 വ്യത്യാസം. 8 ദിവസം. മറ്റേ ഞാൻ 15-ാം തീയതി കൂടെ ചേർത്താണ് ഞാൻ 9 എന്ന് പറഞ്ഞത്. 15-ാം തീയതി ചേർക്കുമ്പോൾ 9 ദിവസമായി അല്ലേ? 30, 87, 89 വ്യത്യാസം. അല്ല, വ്യത്യാസമല്ല, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് 30, 35, 01. 3,03,501 പേര്. വരുമാനത്തിൻ്റെ കാര്യത്തിലും വലിയ വർധനയാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതേ ദിവസം ഉണ്ടായിരുന്നത് 28,30,20,364 ഉണ്ടായിരുന്നത്. 28,30,20,364. 28, 30, 20, 364. പക്ഷെ ഇപ്പോൾ 41,64,65,416,465. അതായത് ഏതാണ്ട്
13,33,79,701. 13,33,79,701 കോടി രൂപയുടെ അധിക വരുമാനമാണ് ഇപ്പോൾ. ഇത് ഈ വർഷത്തെയാണ് പറഞ്ഞത്. കഴിഞ്ഞ വർഷത്തത് 28, 30, 20, 360. ഡിഫറൻസ് 13,33,79,701. 133, 37, 97, 01. അപ്പോൾ ഏതാണ്ട് 3 ലക്ഷം പേർ അധികം വന്നു. 13 കോടിയുടെ അധിക വരുമാനവും ആണ്.